മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, കലാകാരൻ, സിനിമാ സംവിധായകൻ, രചയിതാവ്, തിരക്കഥാകൃത്ത്, എല്ലാറ്റിനേക്കാളും ഉപരിയായി വിശ്വ പൗരത്വത്തിലേക്ക് കടന്നു വന്ന മഹാനായ എഴുത്തുകാരൻ എം.ടിയുടെ യുഗം ഇന്നലെ രാത്രി 10 മണിയോടുകൂടി അവസാനിച്ചിരിക്കുക. താരതമ്യം ചെയ്യാൻ ആരെയും നമുക്ക് എം.ടിയോടൊപ്പം ചേർത്ത് വെക്കാനില്ല. 24-ാമത്തെ വയസ്സിലെഴുതി 25-ാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും ശ്രദ്ധേയമായ നാലുകെട്ട് അവാർഡുകളുടെ ഒരു പെരുമഴ ആ പുസ്തകത്തെ തേടി എത്തിയെന്ന് നമുക്കറിയാം. സാമൂഹ്യ ജീവിതത്തെ എൻ്റെ അനുഭവത്തിൽ കൃത്യതയോടുകൂടി അവതരിപ്പിച്ച ഒരു നോവലായിരുന്നു അത് എന്ന് എല്ലാവരും ഒരേപോലെ മുക്തകണ്ഠം വിശദീകരിക്കപ്പെട്ടതാണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള നോവലുകളും ചെറുകഥകളും രചിച്ച ചലച്ചിത്ര ഇതിഹാസങ്ങളും നിർമ്മാല്യം പോലെ ഒരു സിനിമ മലയാള ഭാഷയുടെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊന്നിനെപ്പറ്റിയും നമുക്ക് അത്രത്തോളം പറയാൻ സാധിക്കുന്നതല്ല. രണ്ടാമൂഴം ഉൾപ്പെടെയുള്ള ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള നോവൽ ഇങ്ങനെ 22-ലധികം അവാർഡുകൾ വിവിധ കാലത്ത് നേടാൻ സാധിക്കുകയും ഏറ്റവും ശ്രദ്ധേയനായ സാംസ്കാരിക നായകനായി കേരളത്തിൽ ജ്വലിച്ചു നിൽക്കുകയും ചെയ്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എം.ടിയാണ് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. കേരളീയ സമൂഹത്തിലെ ഇടതുപക്ഷ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ സാഹിത്യകാരന്മാരിൽ, കലാകാരന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട എം.ടി. CPM-നെതിരായി അതിശക്തിയായ വിമർശനങ്ങളെല്ലാം ഉയർന്ന പല ഘട്ടങ്ങളിലും പക്വതയോടുകൂടി കേരളീയ സമൂഹത്തിൽ CPM ഇല്ലാതിരുന്നുവെങ്കിൽ എന്ന ചോദ്യചിഹ്നം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തിയെ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രശസ്തനായ സാഹിത്യ കലാ രംഗത്തെ മഹാപ്രതിഭയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. കഥകളുടെ പെരുന്തച്ഛൻ എന്നും ലോകം വാഴ്ത്തുന്ന പ്രിയപ്പെട്ട എം.ടിക്ക് എം.ടിയുടെ ദുഃഖത്തിൽ, എം.ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖിക്കുന്ന എല്ലാവരോടും, കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ കേരളീയരായ ലോകത്തെമ്പാടും തന്നെ എം.ടിയെ വായിച്ച മനസ്സിലാക്കിയ എല്ലാവരുടെയും ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഗാധമായ അനുശോചനവും ദുഃഖവും അറിയിക്കുകയും അവരോടൊപ്പം പങ്കുചേരുകയും ചെയ്യുക.